Hi. ഇന്നത്തെ നമ്മൾ ഒഴിഞ്ഞ ബിയർ ബോട്ടിലുകൾ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 12 ബിയർ ബോട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കിഡിലൻ ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത്, പക്ഷേ നമുക്കത് പല തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. അതായത് കിച്ചൺ റാക്ക്, അതേപോലെ ടീപ്പോയി, ഷൂ സ്റ്റാൻഡ്, അങ്ങനെ പല തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് 70 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ വീതിയുള്ള 3 പീസ് പലക നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പലക നമ്മൾ വേസ്റ്റ് പ്ലൈവുഡ് പീസുകൾ യോജിപ്പിച്ച് ഇതേപോലെ ചെയ്തെടുത്താണ്. അപ്പോൾ അതിൻ്റെ 4 മൂലകളിൽ നമുക്ക് ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു ഹോള് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഹോളുകൾ എല്ലാ ഷീറ്റിനും അതേപോലെ 4 മൂലയിൽ നമ്മൾ ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ അത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 1 ഇഞ്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് നമ്മൾ ഹോളുകൾ തയ്യാറാക്കുന്നത്. 4 മൂലയിൽ. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഷീറ്റിൽ നമ്മൾ ഹോളുകൾ തയ്യാറാക്കി 4 ഭാഗത്ത്. അപ്പോൾ അതായത് നമ്മൾ 2 ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് നമ്മൾ ഹോളുകൾ തയ്യാറാക്കിയത്. അപ്പോൾ 2 പലകക്ക് നമ്മൾ അതേപോലെയാണ് ഹോളുകൾ തയ്യാറാക്കിയത്, 1 ഇഞ്ച് മാറിയിട്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു പലകയിൽ നമ്മൾ അതായത് 30 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗത്ത് നിന്നും 3 ഇഞ്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് ഹോൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് 70 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് തന്നെ മതി. 30 സെൻറ്റിമീറ്റർ വരുന്ന വീതി കുറഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് ഹോളുകൾ തയ്യാറാക്കുന്നത്. ഈ ഒരു ഷീറ്റിന് മാത്രമാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ബാക്കി ആദ്യത്തെ 2 പീസിനും നമ്മൾ 1 ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. അപ്പോൾ ഈ ഷീറ്റിന് നമ്മൾ 4 ഭാഗത്തു 3 ഇഞ്ച് ഉള്ളോട്ട് മാറിയിട്ട് നമ്മൾ 4 ഹോളുകൾ തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ 3 പലകയിലും നമ്മൾ ഹോളുകളൊക്കെ തയ്യാറാക്കി. ഇനി നമുക്കിതിന് ബോർഡർ കൊടുക്കണം. അപ്പോൾ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പ്ലൈവുഡ് പീസ് തന്നെയാണ് എടുത്തത്. നേർത്ത പ്ലൈവുഡ് പീസാണ്. അപ്പോൾ അത് ഇതേപോലെ കനം കുറഞ്ഞ് ഇത് പ്ലൈവുഡ് പീസിന് പകരം നമുക്ക് റീപ്പറും ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്കിതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം മുള്ളാണി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ഭാഗത്തും നമുക്ക് ബോർഡർ കൊടുക്കാം. എല്ലാ ഷീറ്റിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പലകയുടെ 4 ഭാഗത്ത് നമ്മൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പലകയുടെ 2 ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. അത് നമ്മൾ അതേപോലെയുള്ള പ്ലൈവുഡ് പീസ് ആയതുകൊണ്ട് അതേപോലെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലുള്ള പീസ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3 പീസിന് നമ്മൾ ബോർഡർ റെഡിയാക്കി. ഇനി നമുക്കിതിന് വാർണിഷോ അല്ലെങ്കിൽ സ്ലീക്കോ എന്തെങ്കിലും നമുക്ക് അടിച്ചെടുക്കണം. ഇത് നമ്മൾ സ്ലീക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ലീക്ക് നമ്മൾ ഇതിൻ്റെ പുറംഭാഗത്ത് ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലൈവുഡിനൊരു തിളക്കവും കിട്ടും. അതേപോലെ തന്നെ പ്ലൈവുഡ് വളരെ കാലം ഈട് കിട്ടാനും നമുക്ക് ഈ വാർണിഷോ സ്ലീക്കോ അടിക്കുന്നത് നല്ലതാണ്. ഇതിന് നമുക്ക് വാർണിഷോ സ്ലീക്കോ അല്ലാതെ പെയിൻറ്റും അടിച്ചു കൊടുക്കാം. നമുക്ക് കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കളർ പെയിൻറ്റും അടിച്ച് എടുക്കാം.
അപ്പോൾ അത് 12 ബിയർ ബോട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഇതേപോലെ ഇത് നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബിയർ ബോട്ടിലിന് നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ടൊക്കെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മാറ്റിയെടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഒരേ കളറ് ബിയർ ബോട്ടിൽ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇതേപോലെ ഡോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ ബോട്ടിലും നമ്മൾ ഡോട്ടൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം 4 ബോട്ടിലുകൾ ഇതേപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ 2 ഭാഗത്തു നിന്നും 1 ഇഞ്ച് ഉള്ളോട്ട് ഹോളുകൾ തയ്യാറാക്കിയ ഒരു പീസ് പലക എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് അത് കടത്തി വെക്കുന്നുണ്ട്. ഓരോ ഹോളിലൂടെ നമുക്ക് കുപ്പി കറക്റ്റ് നമുക്ക് ഹോളിലൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുപ്പി മുകളിലേക്ക് കയറി നിന്നോളും. ഇതേപോലെ സെറ്റായി ഫിറ്റായി നിന്നോളും. ഇനി നമുക്ക് അടുത്ത 4 കുപ്പി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ മുൻഭാഗത്താണ് നമ്മൾ ആ ബോട്ടിലുകൾ വെക്കുന്നത്. ഇതേപോലെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഷീറ്റ്, അതായത് നമ്മൾ 3 ഇഞ്ച് മാറി, അതായത് 30 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗത്ത് നിന്നും 3 ഇഞ്ച് മാറി നമ്മൾ ഹോളിട്ട അതായത് നമ്മുടെ ഷീറ്റ് നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പലക ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ തട്ടായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ തട്ടും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ബോട്ടിലുകൾ അതായത് നമ്മുടെ ബോട്ടിൽ വന്നതിൻ്റെ മുഖഭാഗം വന്നതിൻ്റെ പിറകു വശത്ത് തന്നെയാണ് നമ്മൾ അടിയിൽ വെച്ചതിന് കറക്റ്റ് തന്നെയാണ് നമ്മൾ മുകൾ ഭാഗത്തും ബോട്ടിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അവസാനത്തെ ഷീറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 തട്ടുള്ള ഒരു അടിപൊളി സ്റ്റാൻഡായി നമ്മുടെ ഈ ബിയർ ബോട്ടിലും അതേപോലെ തന്നെ പ്ലൈവുഡ് പീസും കൊണ്ടുള്ള ഐറ്റം റെഡിയായി. അപ്പോൾ നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇതേപോലെ. അപ്പോൾ ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്, അതേപോലെ തന്നെ കിച്ചൺ റാക്കായിട്ട് ഉപയോഗിക്കാം, അതല്ലാതെ നമുക്ക് ഷൂ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ നമ്മൾ ഒട്ടിച്ചിട്ടൊന്നുമില്ല, അടിഭാഗത്ത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ അടിഭാഗം നമുക്ക് അറാൾഡേറ്റ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കാത്തത് കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് വെക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ബലത്തോടു കൂടി തന്നെ ഇത് നിന്നുള്ളതാണ്. ഈ ബോട്ടിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരു പ്രശ്നമൊന്നും, നല്ല ബലത്തോടു കൂടി തന്നെ അത് ഒരു പ്രശ്നമില്ലാതെ ഇത് നിന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോവുകയോ അല്ല ചെരിഞ്ഞ് പോവുകയോ മറിഞ്ഞ് പോവുകയോ അങ്ങനെ യാതൊരു പ്രശ്നവും ഇതിനില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഷൂ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഇതേപോലെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ റാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ നമ്മുടെ ഈ ബിയർ ബോട്ടിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് നമുക്ക് മണി പ്ലാന്റുകളൊക്കെ വെക്കാൻ കഴിയും. ഇതേപോലെ ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതേപോലത്തുള്ള മണി പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിൽ വെള്ളം നിറച്ചിട്ട് വെച്ച് ഭംഗിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവർ വെക്കാം, ഏത് രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒഴിഞ്ഞ ബിയർ ബോട്ടിൽ കൊണ്ടുള്ള സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.